ഇന്ത്യയുടെ ബിസിനസ് പാരമ്പര്യവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പേരുകളിലൊന്നാണ് ടാറ്റ. ടാറ്റ ഇന്ത്യക്കാരുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനമാണ്. കാരണം അവർ ബിസിനസ് നടത്തുന്നത് ഹൃദയം കൊണ്ടുകൂടിയാണ്. അതുകൊണ്ടാണ് ഇന്ത്യക്കാർക്ക് ടാറ്റയുമായി ബന്ധപ്പെട്ട എന്തും വൈകാരികമാകുന്നത്. അതിനു പിന്നിൽ ഒരുപാട് ചരിത്രപരമായ സവിശേഷതകളുണ്ട്. ചെറിയ വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒന്നൊന്നുമല്ല അത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലം മുതൽ തന്നെ ടാറ്റ ഇന്ത്യക്കാരുടെ ഹൃദയത്തോടും ആത്മാവിനോടുമൊക്കെ ചേർന്ന് നിന്നിട്ടുണ്ട്. എന്തൊക്കെയായാലും ഇന്ന് സ്റ്റുഡിയോയെ ബഹിഷ്കരിക്കാൻ ചില തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനകൾ തീരുമാനിച്ചതിൻ്റെ പിന്നിലുള്ള അവരുടേതായ കാരണങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ സ്റ്റുഡിയോയെക്കുറിച്ച് പലർക്കും അറിയാത്ത ചില കാര്യങ്ങൾ നമുക്കിവിടെ ചർച്ച ചെയ്യാം. സ്റ്റുഡിയോ ടാറ്റയുടെ തന്നെ ഒരു വസ്ത്ര സ്ഥാപനമാണ്. ഒരുപക്ഷെ ഇന്ത്യൻ ജനങ്ങളെ ഫാഷൻ്റെ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ ഒരു വലിയ സ്ഥാപനമാണ് സ്റ്റുഡിയോ. നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും ഈ സ്റ്റുഡിയോ എന്നെഴുതിയ ഒരു അതിഗംഭീരമായ ഒരു ഷോറൂം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്നാൽ അതൊരു സാധാരണ വസ്ത്രസ്ഥാപനം എന്ന നിലയിൽ മാത്രമായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. എന്നാൽ അത് ടാറ്റയുടെ കൂർമ്മ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞ ഒരു ബിസിനസ് സ്ഥാപനം തന്നെയാണ്. പ്രധാനമായും സ്റ്റുഡിയോ ലക്ഷ്യം വെക്കുന്നത് ടീനേജ് യുവതലമുറയാണ്. ഉയർന്ന വില നൽകി ഫാഷൻ ഡ്രസ്സുകൾ വാങ്ങാൻ പലർക്കും സാധിക്കാറില്ല. അപ്പോൾ മിനിമം വിലയിൽ നല്ല വസ്ത്രങ്ങൾ എന്നതാണ് സ്റ്റുഡിയോ ഉപഭോക്താക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സേവനം. ഇന്ന് ഗ്രാമ നഗരങ്ങളിൽ യുവാക്കൾ, കുട്ടികളെല്ലാം നല്ല ഫാഷൻ വസ്ത്രങ്ങളിട്ട് പുറത്തിറങ്ങുന്നു. എന്തുകൊണ്ടാണ്? എല്ലാവർക്കും യോജിച്ച വിലയിൽ നിന്ന് വസ്ത്രങ്ങൾ ലഭിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. അവിടെയാണ് സ്റ്റുഡിയോ പോലുള്ള സ്ഥാപനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടേണ്ടത്. 2016 ബംഗളൂരുവിലാണ് ആദ്യത്തെ സ്റ്റോർ ടാറ്റ തുറന്നത്. സ്റ്റുഡിയോയുടെ ആദ്യത്തെ സ്റ്റോർ തുറന്നത്. കുറഞ്ഞ വിലയ്ക്ക് ഏറ്റവും ഫാഷനബിളായുള്ള വസ്ത്രങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകുക എന്നതാണ് സ്റ്റുഡിയോയുടെ ലക്ഷ്യം. ലാഭം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഷോപ്പിംഗ് ചെയ്യുന്നവരെയാണ് സ്റ്റുഡിയോ പ്രധാനമായും കണ്ണുവെച്ചു. എന്നാലോ അവരുടെ ഗുണനിലവാരത്തിൽ അവർ വിട്ടുവീഴ്ച ചെയ്തിട്ടുമില്ല. സ്റ്റുഡിയോ പ്രധാനമായും ശ്രദ്ധിച്ചത് ലോവർ മിഡിൽ ക്ലാസ്സുകാരെയാണ്. സമ്പന്നർക്ക് അവരുടേതായ ഇടങ്ങൾ ഉണ്ടാകുമെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ് ജനങ്ങളെയാണ് സ്റ്റുഡിയോ ലക്ഷ്യം വെച്ചത്. സ്റ്റുഡിയോയുടെ ഉപഭോക്താക്കളിൽ കൂടുതലും യുവതിയുവാക്കളും വിദ്യാർത്ഥികളുമൊക്കെയാണ്. ഏതൊരു സ്ഥാപനത്തെയും പോലെ സ്റ്റുഡിയോയുടെ തുടക്കകാലത്തും അവർക്ക് ആദ്യ വർഷങ്ങളിലും അവർക്ക് ബിസിനസ്സൊക്കെ കുറവായിരുന്നു. പിന്നീട് ഉയർന്ന നിലവാരത്തിലുള്ള വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് നൽകി തുടങ്ങിയതോടെ ജനങ്ങൾ അവിടേക്ക് ഒഴുകിയെത്തി. ഇപ്പോൾ 50ഓളം നഗരങ്ങളിലാണ് സ്റ്റുഡിയോ സ്റ്റോറുകൾ സ്ഥാപിച്ചത്. മൊത്തത്തിൽ 800ഓളം സ്റ്റോറുകൾ ആണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി സ്റ്റുഡിയോയ്ക്കുള്ളത്. ഇത് മറ്റ് പരസ്യങ്ങൾ ചെയ്ത് ഉപഭോക്താക്കളെ പിടിക്കുന്നതിലുപരിയായി വാമൊഴിയിൽ നിന്ന് അല്ലെങ്കിൽ ഉപഭോക്താക്കൾ ഒരു ഷോറൂമിനെ അല്ലെങ്കിൽ ഒരു ഷോപ്പിനെ ആശ്രയിക്കുകയും അവരെ തൃപ്തിപ്പെടുത്തുന്നതിലൂടെ അവരുടെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ കൂടുതൽ പേർ അറിഞ്ഞെത്തുക എന്നതാണ് അവരുടെ ബിസിനസിൻ്റെ വിജയതന്ത്രം. അത് വളരെ വിദഗ്ധമായി തന്നെ സ്റ്റുഡിയോ ചെയ്യുന്നുമുണ്ട്. അവിടെ വസ്ത്രമെടുക്കാൻ വരുന്ന ആളുകളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരുന്നത് കണ്ടാൽ നമുക്കത് മനസ്സിലാകും. ഒരു പരസ്യം പോലും ഇല്ലാതെ ഒരു ഫാഷൻ ബ്രാൻഡിന് എങ്ങനെ നിലനിൽക്കാനാകും എന്നതിൻ്റെ ഉദാഹരണമാണ് സ്റ്റുഡിയോ. അതിന് ഒറ്റ മറുപടി മാത്രമാണ് ബിസിനസ് സ്ട്രാറ്റജി. സ്റ്റുഡിയോയുടെ വളർച്ച എന്നാൽ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന വളർച്ചയാണ്. ഓരോ മിനിറ്റിലും 90 ടീഷർട്ടുകൾ, ഓരോ മണിക്കൂറിലും 20 ജോഡി ഡെനിമുകൾ, 19 സുഗന്ധ ദ്രവ്യങ്ങൾ അല്ലെങ്കിൽ പെർഫ്യൂമുകൾ, 17ഓളം ലിപ്സ്റ്റിക്കുകൾ, ഇങ്ങനെയാണ് ഓരോ മണിക്കൂറിലും സ്റ്റുഡിയോയിൽ നിന്ന് വിറ്റഴിക്കപ്പെടുന്നത്. കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നത് കൊണ്ട് തന്നെ ടാറ്റയുടെ മറ്റൊരു ബ്രാൻഡായ വെസ്റ്റ് സൈഡിനേക്കാൾ ലാഭം കുറവാണ്. കാരണം സ്റ്റുഡിയോ തുടങ്ങിയിരിക്കുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയാണ്. ലോവർ മിഡിൽ ക്ലാസ് ജനങ്ങൾക്ക് വേണ്ടിയാണ്. 3298 കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ ടാറ്റ ട്രെൻഡ് നേടിയ വരുമാനം. അതും വസ്ത്ര വിപണിയിൽ മാന്ദ്യമുണ്ടായ കാലത്തും ട്രെൻഡ് പോസിറ്റീവായി തുടരുന്നതിൻ്റെ കാരണം സ്റ്റുഡിയോ തന്നെയായിരുന്നു. ഈ സ്റ്റുഡിയോയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനം പൂർണ്ണമായും ഒരു ഫ്രാഞ്ചൈസി രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. അതായത് ഫ്രാഞ്ചൈസി ഓൺഡ് കമ്പനി ഓപ്പറേറ്റഡ് രീതിയിൽ ഫ്രാഞ്ചൈസികൾ സ്റ്റോറിനായി നിക്ഷേപിക്കുകയും ടാറ്റ ട്രെൻഡ് സ്റ്റോർ കൈകാര്യം ചെയ്യുന്നതുമാണ് രീതി. ഇവിടെ ടാറ്റയ്ക്ക് ചിലവാക്കേണ്ട മൂലധനം കുറവാണ് എന്നതിനാൽ ഇതിന്റെ വളർച്ച വേഗത്തിലാക്കി. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാ ബിസിനസ്സിനെയും പോലെ തന്നെ സ്റ്റുഡിയോ
എവിടെ സ്ഥാപിക്കുന്നു എന്നതും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ സ്റ്റുഡിയോയെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ ഏറ്റവും വിലപിടിപ്പുള്ള റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ നിന്നൊക്കെ മാറി, അല്ലെങ്കിൽ നഗരത്തിൻ്റെ വളരെ തിരക്കുള്ള നഗര ഭാഗങ്ങളിൽ നിന്ന്, ഏറ്റവും പ്രോപ്പർട്ടികൾക്ക് ഏറ്റവും വിലയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് വില കുറഞ്ഞ സ്ഥലങ്ങളിലാണ് ഈ സ്റ്റുഡിയോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതിൻ്റെ കാരണമാണ് നേരത്തെ പറഞ്ഞത്, നമ്മൾ സ്റ്റുഡിയോയെ തേടി ചെല്ലുക എന്നതാണ് അവരുടെ രീതി. കാരണം അവരുടെ സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ വസ്ത്രം എടുക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി, നമുക്ക് താങ്ങാനാകുന്ന വില, അതുകൊണ്ട് തന്നെ എവിടെ തുടങ്ങിയാലും സ്റ്റുഡിയോയ്ക്ക് കിട്ടേണ്ട ബിസിനസ് അതിന് കിട്ടും എന്നുള്ള ആ കോൺഫിഡൻസ്, ആ ബിസിനസ് കോൺഫിഡൻസ് ആണ് അവരെ ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ചത്. അവർ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 46 പുതിയ നഗരങ്ങളിലെത്തി. അതുമാത്രമല്ല, നിലവിലുള്ള 48 നഗരങ്ങളിൽ അവരുടെ സാന്നിധ്യം ശക്തവുമാക്കി. ടാറ്റയുടെ പാഷൻ ലൈഫ് സ്റ്റൈൽ റീറ്റെയിൽ കമ്പനിയായ ട്രെൻഡിൻ്റെ കീഴിലുള്ള പ്രധാനപ്പെട്ട വസ്ത്ര വ്യാപാര സ്റ്റോറാണ് വെസ്റ്റ് സൈഡ്. 98 ഒരു പ്രീമിയം വസ്ത്ര വ്യാപാര സ്ഥാപനം എന്ന നിലയ്ക്ക് ഈ വെസ്റ്റ് സൈഡ് ആരംഭിക്കുന്നത്. അതിൻ്റെയും ഷോറൂം ആദ്യം ആരംഭിച്ചത് ബാംഗ്ലൂരുവിലായിരുന്നു. എന്നാൽ ഇവിടുത്തെ സ്റ്റുഡിയോയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഉള്ളത് ഉയർന്ന വില തന്നെയാണ്. അതുകൊണ്ട് തന്നെ അപ്പർ ക്ലാസ് ജനങ്ങളെ മാത്രമേ അവിടേക്ക് ആകർഷിക്കൂ. അപ്പർ ക്ലാസിൻ്റെ മാത്രം സ്റ്റോറായി വെസ്റ്റ് സൈഡ് മാറി. എന്നാൽ അത് പോരാ, ഇന്ത്യയിലെ എല്ലാ ജനങ്ങളിലേക്കും ഫാഷൻ എത്തിക്കുക എന്ന ചിന്തയിൽ നിന്നുകൊണ്ടാണ് സ്റ്റുഡിയോയുടെ തുടക്കം. അതുകൊണ്ട് തന്നെ വെസ്റ്റ് സൈഡിൽ സംഭവിച്ച അത്തരത്തിലുള്ള ഒരു കാര്യം, അതായത് ഈ അപ്പർ ക്ലാസ്സിനെ മാത്രം ആകർഷിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ആ ട്രെൻഡ് അതിനെ ഒന്ന് സാധാരണക്കാരിലേക്ക് കൂടി എത്തിക്കാനുള്ള പുതിയ ഒരു ബ്രാൻഡായിട്ടാണ് സ്റ്റുഡിയോ തുടങ്ങിയത്. അതും പറഞ്ഞ പോലെ 2016 ബാംഗ്ലൂരുവിൽ തുടങ്ങിയത്. വെസ്റ്റ് സൈഡിലൂടെ നഷ്ടപ്പെട്ട സാധാരണക്കാരെ തങ്ങളുടെ ബ്രാൻഡിലോട്ട് തന്നെ ആകർഷിക്കാനായിരുന്നു സ്റ്റുഡിയോയുടെ ലക്ഷ്യം. അപ്പോൾ അപ്പർ ക്ലാസ്സുകാർക്ക് വെസ്റ്റ് സൈഡും സാധാരണ ലോവർ മിഡിൽ ക്ലാസ്സുകാർക്ക് സ്റ്റുഡിയോയും, അങ്ങനെ ടാറ്റ എല്ലാ വിധത്തിലുള്ള ജനങ്ങൾക്കും ആശ്വാസകരമായ രീതിയിലാണ് ബിസിനസ് നടത്തുന്നത്. കഴിഞ്ഞ വർഷത്തെ സ്റ്റുഡിയോയുടെ ലാഭം 1477 കോടി രൂപയാണ്. വെസ്റ്റ് സൈഡ് സ്റ്റോറിൽ വിൽക്കുന്ന വസ്ത്രങ്ങളുടെ ശരാശരി വില, ആ ശരാശരി വില തന്നെ 1500 രൂപയാണ്. കാരണം സാധാരണക്കാരൻ്റെ കണ്ണിൽ അതത്ര ചെറിയൊരു തുകയല്ലെന്ന് നമുക്കറിയാം. ഒരു ദിവസം രാപകൽ അധ്വാനിച്ചാൽ പോലും 1000 രൂപ കിട്ടാത്ത ഒരു സാഹചര്യമാണ്. അത് നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോകുമ്പോൾ കൂലി വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുമ്പോൾ സാധാരണക്കാരനും കൂടി കയ്യെത്തിപ്പിടിക്കാവുന്ന രീതിയിലുള്ള ഫാഷൻ വസ്ത്രങ്ങൾ എടുക്കണം. ഈ ഇത്തരത്തിൽ വെസ്റ്റ് സൈഡിന് ശരാശരി വില പോലും 1500 രൂപ ആയതുകൊണ്ട് ചെറിയ നഗരങ്ങളിൽ വെസ്റ്റ് സൈഡ് സ്റ്റോറുകളൊന്നും അധികം വിജയിച്ചില്ല. അവിടെയാണ് ടാറ്റയുടെ ഒരു കൂർമ്മ ബുദ്ധിയിൽ നിന്നുകൊണ്ട് സ്റ്റുഡിയോയുടെ പിറവിക്ക് വഴിയൊരുക്കി. ഇന്ന് നമ്മുടെ നാട്ടിലെ ഓരോ മനുഷ്യനിലേക്കും ഫാഷൻ കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ ടാറ്റയ്ക്കും സ്റ്റുഡിയോയ്ക്കുമുള്ള പങ്ക് നമുക്കൊരിക്കലും വിസ്മരിക്കാനാവില്ല. സ്റ്റുഡിയോയുടെ മറ്റൊരു വിജയ രഹസ്യം എന്താണെന്ന് പറഞ്ഞാൽ സെയിൽസ് ഡെൻസിറ്റി ഉയർത്തുക എന്നതാണ്. അതായത് ഒരു സ്റ്റോറിൽ ഒരു ചതുരശ്ര അടിക്ക് എത്ര വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നു. സ്റ്റുഡിയോയിൽ ഓരോ ചതുരശ്ര അടിക്കും ഏകദേശം 18,000 രൂപയിലേറെ വരുമാനമുണ്ട് എന്നാണ് പറയുന്നത്. വെസ്റ്റ് സൈഡിൽ ഇത് 12,000 രൂപ മാത്രമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിജയ രഹസ്യം കൂടി സ്റ്റുഡിയോയ്ക്കുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ സ്റ്റുഡിയോ ഓരോ 15 ദിവസം ചെല്ലുന്തോറും പുതിയ സ്റ്റോക്ക് അവിടെ എത്തുന്നുണ്ട്.